വ്യോമസേനയുടെ വായുശക്തി 2026 അഭ്യാസത്തിന് വേദിയാകുന്നത് പൊക്രാൻ, രാജസ്ഥാൻ. വ്യോമസേനയുടെ വായുശക്തി 2026 അഭ്യാസത്തിന് വേദിയാകുന്നത് പൊക്രാൻ, രാജസ്ഥാൻ. പ്രഥമ ഏഷ്യൻ ബധിര ട്വന്റി ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഇന്ത്യ. 2026 ഫിഫ ലോകകപ്പിനായി അഡിഡാസ് പുറത്തിറക്കിയ ഔദ്യോഗിക പന്ത് ത്രയോണ്ട. ദേശീയ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ഗാസിയാബാദ്, ഉത്തർപ്രദേശ്. വനിതകളുടെ റൈസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ കിരീടം നേടിയ രാജ്യം ഇന്ത്യ. 2026 ഫെബ്രുവരിയിൽ അണക്കെട്ട് സുരക്ഷയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയാകുന്നത് ബെംഗളൂരു. ദേശീയ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ഗാസിയാബാദ്. വനിതകളുടെ റൈസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ കിരീടം നേടിയ രാജ്യം ഇന്ത്യ. 2026 ഫെബ്രുവരിയിൽ അണക്കെട്ട് സുരക്ഷയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളന വേദിയാകുന്നത് ബെംഗളൂരു. ജാമ്യവ്യവസ്ഥകൾ പാലിക്കാൻ നിവൃത്തിയില്ലാത്തതുമൂലം ജയിലിൽ തന്നെ കഴിയുന്ന തടവുകാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഹൈക്കോടതിയുടെ നിർദ്ദേശം മൂലം നടപ്പിലാക്കുന്ന പോർട്ടൽ ഇ-പ്രിസൺ പോർട്ടൽ. ട്വന്റി ക്രിക്കറ്റിൽ 700 വിക്കറ്റ് നേടുന്ന ആദ്യത്തെ താരമെന്ന നേട്ടം സ്വന്തമാക്കിയ അഫ്ഗാനിസ്ഥാൻ ക്യാപ്റ്റൻ റാഷിദ് ഖാൻ. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8-ന്. ജാമ്യവ്യവസ്ഥകൾ പാലിക്കാൻ നിവൃത്തിയില്ലാത്തതുമൂലം ജയിലിൽ തന്നെ കഴിയുന്ന തടവുകാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഹൈക്കോടതിയുടെ നിർദ്ദേശം മൂലം നടപ്പിലാക്കുന്ന പോർട്ടൽ ഇ-പ്രിസൺ പോർട്ടൽ. ട്വന്റി ക്രിക്കറ്റിൽ 700 വിക്കറ്റ് നേടുന്ന ആദ്യത്തെ താരമെന്ന നേട്ടം സ്വന്തമാക്കിയ അഫ്ഗാനിസ്ഥാൻ ക്യാപ്റ്റൻ റാഷിദ് ഖാൻ. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. ഡ്രൈവർമാർ വാഹനമോടിക്കുമ്പോൾ ഉറങ്ങുന്നത് തടയുന്നതിനായി വികസിപ്പിച്ച AI സാങ്കേതികവിദ്യ ഡോംസ്. ഡ്രൈവർമാർ വാഹനമോടിക്കുമ്പോൾ ഉറങ്ങുന്നത് തടയുന്നതിന് വികസിപ്പിച്ചെടുത്ത AI സാങ്കേതികവിദ്യ ഡോംസ്. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യ ഹെമറ്റോളജി വിഭാഗത്തിന്റെ സ്ഥാപകൻ ഡോക്ടർ KM സലീം. കേരളത്തിലെ ആദ്യത്തെ ഹെമറ്റോളജി വിഭാഗത്തിന്റെ സ്ഥാപകൻ ഡോക്ടർ KM സലീം. കേരള സർക്കാർ നിയമിച്ച 12ാമത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ VP ജോയ്. 2026 നടന്ന ട്വന്റി ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യ. ന്യൂസിലാൻഡിനെതിരെ 96 റൺസിനാണ് വിജയം നേടിയത്. ഫൈനലിന്റെ വേദി നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ്. ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് ഇന്ത്യ 3ാം തവണയാണ് നേടുന്നത്. 2007, 2024, 2026. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് സഞ്ജു സാംസൺ. പ്ലെയർ ഓഫ് ദി മാച്ച് ജസ്പ്രീത് ബുംറ. അർദ്ധ സെഞ്ചുറി നേടിയത് അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ. സ്വന്തം നാട്ടിൽ ട്വന്റി ലോകകപ്പ് ഏറ്റുവാങ്ങിയ ആദ്യ ടീമാണ് ഇന്ത്യ. ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്സുകൾ സർവീസ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമായ UPI ആപ്പ് ആരംഭിക്കുവാൻ ഒരുങ്ങുന്ന രാജ്യം മലേഷ്യ. നിപ വൈറസിനെതിരെ വാക്സിൻ വികസിപ്പിച്ച രാജ്യം ജപ്പാൻ. 2031 കേരള പിറവിയുടെ 75ാം വാർഷികം ആഘോഷിക്കുന്നതിന് മുന്നോടിയായി കേരള സർക്കാർ തിരുവനന്തപുരത്ത് നടത്തുന്ന രാജ്യാന്തര സമ്മേളനം വിഷൻ 2031. സംസ്ഥാന സൂക്ഷ്മജീവിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം കേരളം. സംസ്ഥാനത്തെ പക്ഷിയുടെ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങുന്ന ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ 2ാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഗോവ. ഇന്ത്യയുടെ സഹായത്തോടെ ഇറാനിൽ നിർമ്മിക്കുന്ന തുറമുഖം ചബഹാർ തുറമുഖം. ഇന്ത്യയിലെ ആദ്യ മെനോപോസ് ക്ലിനിക് ആരംഭിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പുതിയ പ്രോട്ടോകോൾ പ്രകാരം വന്ദേമാതരം ആലപിക്കാൻ എടുക്കുന്ന സമയദൈർഘ്യം 3 മിനിറ്റ് 10 സെക്കൻഡ്. ഇന്ത്യയുടെ സഹായത്തോടെ ഇറാനിൽ നിർമ്മിക്കുന്ന തുറമുഖം ചബഹാർ തുറമുഖം. ഇന്ത്യയിലെ ആദ്യ മെനോപോസ് ക്ലിനിക് ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം 3 മിനിറ്റ് 10 സെക്കൻഡ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 2025 റാങ്കിംഗ് പ്രകാരം കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരിട്ടി പോലീസ് സ്റ്റേഷൻ. തൊഴിലിടങ്ങളിൽ സുരക്ഷാ പ്രശ്നങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ തൊഴിൽ സുരക്ഷാ ആപ്പ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ലോക്സഭാ സ്പീക്കർമാർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകപ്പെട്ട 4ാമത്തെ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലം. രാജ്യത്തെ ആദ്യത്തെ ആശുപത്രി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നിലവിൽ വരുന്നത് കോഴിക്കോട് ചേവായൂരിൽ. ഇന്ത്യയിൽ തപാൽ വകുപ്പ് പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ പുറത്തിറക്കിയ
8 സ്മാരക സ്റ്റാമ്പ് പരമ്പരകളിൽ കേരളത്തിൽ നിന്നും ഇടം പിടിച്ച കലാരൂപം പാവകളി. കേരളത്തിലെ ആദ്യ ഗ്ലോബൽ ഗോൾഡ് സിറ്റി നിലവിൽ വരുന്നത് മട്ടന്നൂർ. 2026 ഫെബ്രുവരിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ റിപ്പോ നിരക്ക് 5.25%. യുവാക്കൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുന്നതിന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി നശാ മുക്ത് ഭാരത് അഭിയാൻ. പരീക്ഷാകാലത്തെ കുട്ടികളുടെ മാനസിക സമ്മർദ്ദവും പഠനഭാരവും കുറയ്ക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ചിരി ഹോപ്പ്. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന 18 വയസ്സിന് മുകളിലുള്ളവർക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫൗണ്ടേഷനും നബാർഡും ചേർന്ന് തയ്യാറാക്കിയ ഭിന്നശേഷിക്കാർക്കായി പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യ പാഠപദ്ധതി ലീപ് എഹെഡ്. പിന്നോക്ക വിഭാഗത്തിലെ സ്ത്രീ സംരംഭകർക്കായി പ്രതിവർഷം 5% പലിശയ്ക്ക് 2 ലക്ഷം രൂപ വായ്പ നൽകുന്ന പദ്ധതി ന്യൂ സ്വർണിമ പദ്ധതി. പിന്നോക്ക വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് സംരംഭങ്ങൾക്കായി പ്രതിവർഷം 5% പലിശയിൽ 2 ലക്ഷം രൂപ ന്യൂ സ്വർണിമ പദ്ധതി. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി അക്ഷരം ആരോഗ്യം. സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ വിഭാഗത്തിനും പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന കേരള മുഖ്യമന്ത്രിയുടെ പദ്ധതി സ്ത്രീ സുരക്ഷാ പദ്ധതി. 68ാമത് ഗ്രാമി പുരസ്കാരങ്ങളിൽ മികച്ച ഓഡിയോ ബുക്ക് നറേഷൻ സ്റ്റോറി ടെല്ലിംഗ് റെക്കോർഡിംഗ് വിഭാഗത്തിൽ ആർക്കാണ് പുരസ്കാരം നേടിയത്? ദലൈലാമ. സ്റ്റീവൻ സ്പിൽബർഗ് നിർമ്മിച്ച ഏത് ഡോക്യുമെന്ററിക്കാണ് 68ാമത് ഗ്രാമി പുരസ്കാരം ലഭിച്ചത്? മ്യൂസിക് ബൈ ജോൺ വില്യംസ്. ആൽബം ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ഡെബി തിരാർ മാസ് ഫോട്ടോസ്. റെക്കോർഡ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ലൂതർ. സോങ് ഓഫ് ദി ഇയർ ലഭിച്ചത് ഏത് ഗാനത്തിനാണ്? വൈൽഡ് ഫ്ലവർ. മികച്ച സോളോ പെർഫോമൻസ് ലോല യങ്. മികച്ച ന്യൂ ആർട്ടിസ്റ്റ് ഒലീവിയ ഡീൻ. മികച്ച റാപ്പ് ആൽബം GNX. മികച്ച വോക്കൽ ആൽബം മെഹാം. ഇടുക്കിയിലെ മീശപ്പുലിമലയിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷ്യസ് സസ്യങ്ങൾ ഏവ? ലിറ്റ്സിയ മീശപ്പുലിമലയാന, ലിറ്റ്സിയ ഇടുക്കിയാന. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി സ്കോട്ട്ലൻഡ്. AI ഏജന്റുമാരുടെ സാമൂഹിക മാധ്യമമാണ് ഏത്? മോൾട്ട് ബുക്ക്. ശാസ്ത്രലോകം അടുത്തിടെ കണ്ടെത്തിയ പുതിയ വാൽനക്ഷത്രം ഏതാണ്? C 2026 A1. മണ്ണിലെ പോഷകഗുണങ്ങൾ കണ്ടെത്താൻ ഗവേഷകർ വികസിപ്പിച്ച ഉപഗ്രഹം ന്യൂട്രി. കുട്ടികളുടെ ആരോഗ്യ വിവരങ്ങളും ചികിത്സാ പദ്ധതികളും അറിയാനായി ആരോഗ്യവകുപ്പ് സജ്ജമാക്കിയ ടോൾ ഫ്രീ നമ്പർ 104. 2026 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം ലഭിച്ചത് സർവീസ്. യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് പരാതികൾ സ്വീകരിക്കാനായി ദേശീയപാത അതോറിറ്റി സജ്ജമാക്കിയ മൊബൈൽ ആപ്പ് രാജ് മാർഗ് യാത്ര. യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച പരാതികൾ സ്വീകരിക്കാനായി ദേശീയപാത അതോറിറ്റി സജ്ജമാക്കിയ മൊബൈൽ ആപ്പ് രാജ് മാർഗ് യാത്ര. അണ്ടർ-19 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ കിരീടം നേടിയത് ഇന്ത്യ. 2026 ഫെബ്രുവരിയിൽ മണിപ്പൂർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ഖേംചന്ദ് സിംഗ്. 2026 ഫെബ്രുവരിയിൽ മണിപ്പൂർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ഖേംചന്ദ് സിംഗ്. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ISROയുടെ PSLV വിക്ഷേപണ ദൗത്യങ്ങളുടെ തുടർച്ചയായ പരാജയത്തെ തുടർന്ന് 2026 ഫെബ്രുവരിയിൽ ദൗത്യങ്ങളിലെ പരാജയം അന്വേഷിക്കാൻ കേരളത്തിലെത്തിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ.